JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏകദേശം 2500ഓളം വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. 2024 ഉൾപ്പെടെ 2024, 2023, 2022 വർഷങ്ങളിലുള്ള ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, PSC നടത്തിയ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഏകദേശം 2000-ന് മുകളിൽ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് പ്രസ്തുത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ എന്ന് പറയാം. കാരണം PSC-യിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കേരള ബാങ്ക് OAക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് നടത്തിയ പരീക്ഷയുടെ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1025 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അതായത് 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 4 ജോഡികളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ജോഡിയും നോക്കാം. ഒന്നാമത്തെ ജോഡി ഓപ്ഷൻ എ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് മലയാള രാജ്യം. ഓപ്ഷൻ ബി ഫാദർ ക്ലെമന്റ് സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ സി അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം. ഓപ്ഷൻ ഡി പാറമ്മേക്കൽ തോമക അത്തനാര് വർത്തമാന പുസ്തകം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി? പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? അർണോസ് പാതിരി ക്രിസ്തു സഭ ചരിത്രം. അതാണ് തെറ്റായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിനെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഗുരുവായൂർ സത്യാഗ്രഹം, 2 പാലിയം സത്യാഗ്രഹം, 3 ചാന്നാർ കലാപം, 4 കൂട്ടക്കുളം സമരം. ഇതിനെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തിയാൽ ഓരോന്നും എങ്ങനെ വരും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 3, 1, 4, 2. ഓപ്ഷൻ ബി 3, 1, 2, 4. ഓപ്ഷൻ സി 1, 3, 4, 2. ഓപ്ഷൻ ഡി 1, 3, 2, 4. ഏതാണ് ഇതിൻ്റെ അകത്ത് കാലഗണന അനുസരിച്ച് ശരിയായ ഓപ്ഷൻ? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. മൂന്നാമത്തേതാണ് ആദ്യം വരേണ്ടത്, ചാന്നാർ കലാപം. അത് കഴിഞ്ഞ് വരേണ്ട ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അത് കഴിഞ്ഞ് കൂട്ടക്കുളം സമരം. അത് കഴിഞ്ഞ് വരേണ്ടത് പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. 1857 കലാപ സ്ഥലമാണ് ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്, മറു സൈഡിൽ നേതാക്കളെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ബറേലി, നേതാക്കളിൽ ഒന്നാമത്തെ ഷാമല്, കലാപ സ്ഥലത്തിൽ രണ്ടാമത്തെ ബറൌട്ട് ബിൻ പർഗാന, നേതാക്കളിൽ രണ്ടാമത്തെ ഖാൻ ബഹദൂർ, കലാപ സ്ഥലത്തിൽ മൂന്നാമത്തെ ഫൈസാബാദ്, നേതാക്കളിൽ മൂന്നാമത്തെ ബീഗം ഹസ്രത്ത് മഹല്, 1857 കലാപ സ്ഥലത്തിൽ നാലാമത്തേത് ബീഹാർ, നേതാക്കളിൽ നാലാമത്തെ മൗലവി അബ്ദുള്ള, അഞ്ചാമത്തെ കൻവർ സിംഗ്. അപ്പോൾ ഇത് രണ്ട് സൈഡിലെയും കലാപ സ്ഥലവും അതുപോലെ തന്നെ നേതാക്കളും ചേരുംപടി ചേർക്കാൻ, ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേതാക്കളുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചേരുംപടി ചേർക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത് ഏതാണ് എന്ന് നിങ്ങളൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നുള്ളതെന്ന്. നിങ്ങൾ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചല്ലേ? അപ്പൊ നമുക്ക് ഏതാണെന്ന് നോക്കാം ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേത് ബറേലി, രണ്ടാമത്തേതാണ് നേതാക്കളിൽ വരുന്ന ഖാൻ ബഹദൂർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ബറൌട്ട് പർഗാന, അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നേതാക്കളിൽ ഒന്നാമത്തെയാണ് വരുന്നത് ഷാമല്. അടുത്തത് ഫൈസാബാദ്, 1857 കലാപ സ്ഥലത്തില് മൂന്നാമത് വരുന്നത് ഫൈസാബാദ് ആണ്. അതിന് വരുന്ന നേതാക്കളിൽ ഏതാണ്? നാലാമത്തേതാണ് അല്ലെ, മൗലവി അഹമ്മദുള്ള. 1857 കലാപ സ്ഥലത്ത് നാലാമത്തേത് ബീഹാർ. അതുമായിട്ട് നേതാക്കളിൽ വരുന്ന ഏതാണ്? അഞ്ചാമത്തെ അല്ലെ, കൻവർ സിംഗ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ചേരുംപടി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ സൂററ്റ് സമ്മേളനം 1907, ഓപ്ഷൻ ബി ലക്നൗ സമ്മേളനം 1916, ഓപ്ഷൻ സി ബെൽഗാം സമ്മേളനം 1924, ഓപ്ഷൻ ഡി ഹരിപുര സമ്മേളനം 1938. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഇതിന്റെ അകത്ത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ബെൽഗാം സമ്മേളനമാണ് 1924. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർക്കെങ്കിലും അറിയാവോ? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ സി ചൈനീസ് വിപ്ലവം, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? നിങ്ങൾക്കറിയാവോ? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി ജയ്പൂര്. ഏത് നഗരമാണ്? ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഇന്ത്യയിൽ ആദ്യമായിട്ട്? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. 2 ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. 3 സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. 4 വാർത്താവിനിമയത്തിനും ദീനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 and 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 2 and 3. ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? കണ്ടുപിടിച്ചോ? നോക്കാം ഏതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഒന്നാമത്തേതും 4-മത്തേതും സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. 4-മത്തെ ഏതാണ്? വാർത്താവിനിമയത്തിനും ദീനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഈ 2 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? 4 ജോഡികളാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാനസ് സുബൻസിരി, ഓപ്ഷൻ ബി ഗോമതി ടിസ്ത, ഓപ്ഷൻ സി സോൺ ലോഹിത്, ഓപ്ഷൻ ഡി ഘാഗ്ര ലോഹിത്. ഇതില് ഏതാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? മാനസ് സുബൻസിരി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഓപ്ഷൻ എ തോൽപ്പെട്ടി, ഓപ്ഷൻ ബി മൂന്നാർ, ഓപ്ഷൻ സി അട്ടാപ്പാടി, ഓപ്ഷൻ ഡി മുതുമല. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? അട്ടപ്പാടി. അട്ടപ്പാടിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയില് ക്യൂമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ക്യൂമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. താഴ്ന്ന വിതാനത്തില് കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങള്. 2 ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. 3 തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. 4 സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ക്യൂമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 2 ഉള്ളി, ഓപ്ഷൻ ഡി 3 ഉള്ളി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തേത് മാത്രം. ഏതാണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ആർക്കെങ്കിലും പറയാവോ? നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഭുവൻ ഹസാരിക സേതു,
ഓപ്ഷൻ ബി അടൽ സേതു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി സേതു, ഓപ്ഷൻ ഡി വിക്രമശില സേതു. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം? ഭുവൻ ഹസാരിക സേതു ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുഴലിക്കാറ്റുകളും പേരു നൽകിയ രാജ്യങ്ങളും ആണ് രണ്ടു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണമാണ് ജോഡികൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. ചുഴലിക്കാറ്റുകൾ ഒരു സൈഡിൽ പേര് നൽകിയ രാജ്യം. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ താനെ നിഷ മ്യാൻമാർ, ഓപ്ഷൻ ബി രശ്മിമാല ശ്രീലങ്ക, ഓപ്ഷൻ സി വാർദ ജവാദ് സൗദി അറേബ്യ, ഓപ്ഷൻ ഡി ഫാനൂസ് നിവർ ഇറാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായ ജോഡി ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? രശ്മിമാല ശ്രീലങ്ക, അതാണ് ശരിയായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? 3 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, 2 ആഗോളവൽക്കരണം, 3 ദേശസാൽക്കരണം. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി only 1 and 2, ഓപ്ഷൻ സി all the above. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കണ്ടുപിടിച്ചോ? എന്തെല്ലാമാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും, അതായത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, 2 ആഗോളവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ. നബാർഡ് സ്ഥാപിതമായ വർഷം ആർക്കൊക്കെ അറിയാം? നബാർഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ 1982, ഓപ്ഷൻ ബി 1981, ഓപ്ഷൻ സി 1990, ഓപ്ഷൻ ഡി 1991. നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1982 നബാർഡ് സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, ഓപ്ഷൻ ബി രാസവളങ്ങളുടെ ഉപയോഗം, ഓപ്ഷൻ സി യന്ത്രവൽക്കരണം, ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. ഏതാ ആൻസർ? കർഷകരുടെ കുടിയേറ്റം അല്ലെ. കർഷകരുടെ കുടിയേറ്റമാണ് അതിൻ്റെ അകത്ത് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഏതാണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം? ഏതാണ്? ജാർഖണ്ഡ് അല്ലെ. ജാർഖണ്ഡ് ആണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി ചിദംബരം, ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ആരാണ് 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? കണ്ടുപിടിച്ചോ? ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഓപ്ഷൻ എ സുരേഷ് ഗോപി, ഓപ്ഷൻ ബി പങ്കജ് ചൗധരി, ഓപ്ഷൻ സി ജോർജ് കുര്യൻ, ഓപ്ഷൻ ഡി ജയന്ത് ചൗധരി. ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി? ആരാണ്? പങ്കജ് ചൗധരിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ CPI, ഓപ്ഷൻ ബി WPI, ഓപ്ഷൻ സി NIFTY, ഓപ്ഷൻ ഡി SCN SCX. ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര്? എന്താണ്? നിഫ്റ്റി. NIFTY ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരനെ സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? 4 അവകാശങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 4 അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? ഓപ്ഷൻ എ തുല്യ ജോലിക്ക് തുല്യവേതനം, ഓപ്ഷൻ ബി ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം,
ഓപ്ഷൻ സി സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഏതാണ് കറക്റ്റ് ആൻസർ? സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. 2, ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. 3, നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെന്റിനാണ്. അത് വെച്ച് താഴെ പറയുന്ന 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 3 മാത്രം, ഓപ്ഷൻ ബി 2 and 3 മാത്രം, ഓപ്ഷൻ സി 1 and 2 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യാധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? 4 സംസ്ഥാനങ്ങളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ദ്വിമണ്ഡല സമ്പ്രദായം അതായത് ബൈക്യാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയിലാണ് ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി കാനഡ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ബ്രിട്ടൻ വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ശരിയായത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. 1, അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് ഉത്തരവ് നൽകുന്നു. 2, സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. 3, പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷം പ്രമേയം ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ 1 and 3 മാത്രം, ഓപ്ഷൻ ബി 2 and 3 മാത്രം, ഓപ്ഷൻ സി 1 and 2 മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഏതാണ്? ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. അതായത് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. മൂന്നാമത്തെ ഏതാണ്? പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം പ്രമേയം ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ആർക്കൊക്കെ അറിയാം, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? ഓപ്ഷൻ എ ഭാരതീയ ന്യായ സംഹിത, ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഓപ്ഷൻ സി ഭാരതീയ സാക്ഷ്യ അധീനിയം, ഓപ്ഷൻ ഡി ഭാരതീയ സുരക്ഷാ ന്യായ സംഹിത. ഏതാണ് ശരിയുത്തരം? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.